ഇത് റോമിയോ ജൂലിയറ്റിൻ്റെയോ ഷാജഹാൻ്റെയോ മുംതാസിൻ്റെയോ മാതിരി കഥയല്ല. വയനാടൻ മലനിരകളുടെയും താഴ്വരകളുടെയും പൂഞ്ചോലകളുടെയും ഇടയിൽ ജനിച്ചു വളർന്നൊരു നാടൻ പെൺകുട്ടിയുടെ പ്രണയകഥ. അന്ന് ഞാൻ 10ാം തരം പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സഹപാഠിയിൽ നിന്നും ആദ്യമായി ഒരു പ്രണയലേഖനം കിട്ടി. സത്യം പറയാലോ, അന്നാണെങ്കിൽ എനിക്ക് ഈ പ്രണയമെന്ന് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലായില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പരീക്ഷാ കടലാസ് കിട്ടുന്ന ലാഘവത്തോടെ നേരെ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അമ്മ അത് വായിച്ചു നോക്കിയിട്ട് അപ്പം തന്നെ കീറിക്കളഞ്ഞു. അതിലെന്താണ് എഴുതിയെന്ന് പോലും എനിക്കറിയില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്രണയലേഖനത്തിൻ്റെ അവസ്ഥ. പിന്നീട് വന്നത് പ്രണയലേഖനമല്ലായിരുന്നു, എൻ്റെ വിവാഹ ആലോചനയായിരുന്നു. ഒരു കച്ചവടക്കാരൻ്റെ കല്യാണ ആലോചനയുമായി ഒരു ബ്രോക്കർ വന്നു. നല്ല നിലയിൽ പോകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണെന്ന് അച്ഛനോടും അമ്മയോടും പറഞ്ഞു. എനിക്കാണെങ്കിൽ കല്യാണമെന്ന് കേൾക്കുന്നതേ പേടിയായിരുന്നു. ഒരു ദിവസം അച്ഛനും അമ്മയും പറഞ്ഞു, നിന്നെ ഒരാൾ പെണ്ണ് കാണാൻ വരുന്നുണ്ടെന്ന്. ദിവസങ്ങൾക്ക് ശേഷം അവർ എന്നെ പെണ്ണ് കാണാൻ വന്നു. നീണ്ട ഒത്ത തടിയുള്ള സാമാന്യം സുന്ദരനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അവരെന്നെ കണ്ടപ്പോൾ പറഞ്ഞു, പെണ്ണ് തരക്കേടില്ലെന്ന്. ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരോട് പോയിക്കൊള്ളാൻ. ഞങ്ങൾ അത്ര സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരുന്നില്ല. പക്ഷേ അവർക്കെന്നെ ഇഷ്ടമായി. ഞങ്ങൾ കല്യാണം കഴിച്ചുകൊണ്ട് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ആദ്യം എനിക്ക് അവിടുത്തെ ജീവിത സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നല്ലവരായ അമ്മായിയുടെയും ഭർത്താവിൻ്റെയും സ്നേഹം ഞാൻ മനസ്സിലാക്കി. എൻ്റെ ജീവിതം സ്വർഗതുല്യമായി. എവിടെ പോകുവാണേലും ഞാനും എൻ്റെ ഭർത്താവും ഒരുമിച്ചേ പോകാറുള്ളൂ. ഞങ്ങൾ തമ്മിൽ അത്രയും സ്നേഹമായിരുന്നു. ഒഴിവ് ദിനങ്ങളെല്ലാം ഞങ്ങൾ ആനന്ദ ദിനങ്ങളാക്കി മാറ്റി. ഞാൻ ആദ്യമായും അവസാനമായും പ്രണയിച്ച ആൾ എൻ്റെ ഭർത്താവായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് മക്കളായി, കൊച്ചുമക്കളായി. ഞങ്ങൾ മുത്തച്ഛനും മുത്തശ്ശിയുമായി ജീവിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം വരെയും ഞങ്ങൾ പ്രണയിച്ചു കൊണ്ടേയിരുന്നു, ഒരു മരത്തിലെ ഇണപക്ഷികളെ പോലെ. ഇപ്പോഴും ഞാൻ പ്രണയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നെയും, ആ ഓർമ്മകളെ ഞാനും പ്രണയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഓർമ്മകൾ മരിക്കുമോ?